ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹമുള്ളവരെ, ഡിസംബർ മാസത്തിൻ്റെ ആദ്യ ശനിയാഴ്ച ദിവസമാണെന്ന്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലത്ത് ഒരുപക്ഷെ ഉണ്ണീശോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മിക്കുന്നത് പരിശുദ്ധ അമ്മയെ തന്നെയാണ്. അമ്മയുടെ ആ ഒരു സഹായം സ്വീകരിച്ച് ഈശോ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനവും മനുഷ്യകുലത്തിന് അമ്മയിലൂടെ ഒരു പ്രത്യേകമായ മാഹാത്മ്യവും ലഭിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആ നല്ല ഒരുക്കം പോലെ നമുക്കും ആത്മീയമായി ഒരുങ്ങി ഈശോയെ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കാം, അതിനായി പരിശ്രമിക്കാം. ഇന്ന് തിരുവചനം പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സുവിശേഷത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ വചനങ്ങളിൽ ഒന്നാണിത്. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ എന്താണ്? പിതാവായ ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എന്താണ്? പാപികളായ മനുഷ്യരായ നമുക്കുള്ള വലിയ പ്രതീക്ഷയുടെ കാര്യമാണ്. ഇതെല്ലാം ഈ ഒരൊറ്റ വാക്യത്തിൽ നമ്മൾ കാണുന്നു. പിതാവായ ദൈവത്തിന് മനുഷ്യകുലത്തോടുള്ള വലിയ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് ഇതിൽ കൂടുതലായി പ്രധാനമായും എടുത്തു പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു ക്ഷമിച്ചുകൊണ്ടുള്ള സ്നേഹമായിരുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് പോലും അത് ക്ഷമിക്കാൻ തയ്യാറായി തൻ്റെ പുത്രനെ നൽകിയ ഒരു ദൈവപിതാവിനെ നമ്മളിവിടെ കാണുന്നു. അതുപോലെ സ്വയം നഷ്ടപ്പെടുത്തി ലാഭം നോക്കാതെ നഷ്ടം വരുന്നു പോലും നമ്മളോട് സ്നേഹം കാണിച്ച ഒരു പിതാവ്, തൻ്റെ ഏകജാതനെ പോലും നമുക്കായി തന്ന ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. നമ്മൾ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾക്ക് ഏതൊക്കെ അർത്ഥങ്ങളാണുള്ളത്? ഈ പിതാവായ ദൈവം നമ്മളോട് കാണിച്ചതുപോലെ ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹം കാണിക്കുന്നുണ്ടോ? പരിധിയില്ലാത്ത ഒരു സ്നേഹം കാണിക്കുന്നുണ്ടോ? ലാഭം നോക്കാതെയുള്ള സ്നേഹം നമ്മൾ കാണിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ പരാതിയും പരിഭവവും ഒന്നും പറയാതെയുള്ള ഒരു സ്നേഹം നമ്മൾ കാണിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്താൽ കൊടുത്താൽ പോലും അതിന് പരാതിയും അല്ലെങ്കിൽ പരിഭവവും അല്ലെങ്കിൽ അവരർഹിക്കുന്ന സ്നേഹം തിരിച്ച് കാണിച്ചില്ല എന്നൊക്കെ പറയുന്നവരാണ്. നമുക്ക് യോസേപ്പ് പിതാവിനെയും മാതാവിനെയും പ്രത്യേകമായി ഇന്നൊരിക്കൽ കൂടി ഓർമ്മിക്കാം. അവർ ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ തെറ്റിദ്ധാരണകളുടെ, കഷ്ടപ്പാടുകളുടെ, യാത്രകളുടെ, അലച്ചിലുകളുടെ ഒക്കെ ദുരിതങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഒരു പരാതിയോ ഒരു പരിഭവമോ പരസ്പരമോ ദൈവത്തോടോ പറയാതെ ഇതെല്ലാം ദൈവപദ്ധതിയുടെ ഭാഗമായി കാണുകയും തങ്ങളാലാവുന്ന സഹകരണം പൂർണ്ണമായി ആത്മീയമായും ശാരീരികമായും എല്ലാം കൊടുക്കുകയും ചെയ്തതാണ് ഈശോയുടെ മനുഷ്യാവതാരം ഏറ്റവും സുഗമമാക്കിയത്. ഇന്ന് നമ്മളിലൂടെ ഈ മനുഷ്യാവതാരം ഈ ക്രിസ്മസിന് ഈശോ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ നിന്നും ഇതുപോലെയുള്ള ഗുണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ഷമിച്ചുകൊണ്ടുള്ള സ്നേഹം, പരാതി പറയാതെയുള്ള സ്നേഹം, ലാഭം നോക്കാതെയുള്ള സ്നേഹം. നമുക്ക് ഹൃദയങ്ങളെ ആത്മശോധന ചെയ്യാം. നമ്മൾ ഏത് രീതിയിലാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതുപോലെ ഏറ്റവും മാതൃകാപരമായി ഈ ലോകത്തെ നമ്മുടെ അടുത്തുള്ളവരെ, നമ്മുടെ സ്നേഹം ആവശ്യമുള്ളവരെ, പരിഗണന ആവശ്യമുള്ളവരെ സ്നേഹിക്കാനും പരിഗണിക്കാനുമുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.